ഹലോ ഹലോ, എന്താ ഇത്? കറണ്ട് പോവാൻ കണ്ട സമയം. നീ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഒന്ന് വിളിക്കുവോ യശോദേ? അവന്മാര് ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുക. ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാ. എടി സിസിലി, എന്നാ നീ നിന്റെ ഭർത്താവിനൊന്ന് വിളിക്കേ. അയ്യേ, നാണോ ഇല്ലേ? ചോദിക്കുന്നതിനൊക്കെ ഒരു അന്തസ്തില്ലേ? സമാസമം 50-50 വായിട്ട് വീം വിളക്കിട്ട്. ഇക്കാര്യത്തിൽ ഇത്ര നാണം കെട്ടാലും കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. കറണ്ടില്ലാതെ എങ്ങനെ കിടന്നുറങ്ങാനാ? വേണ്ട, ഒരുത്തിനെയും താങ്ങാൻ പോണ്ട. നിങ്ങൾ എല്ലാവരും കൂടെ ആ ഏണി ഒന്ന് പിടിച്ചു തന്നാ മതി. ഫ്യൂസ് കിട്ടുന്ന കാര്യം ഞാൻ ഏറ്റു. പതുക്കെ പതുക്കെ. ആ, സൂക്ഷിച്ച്. വച്ചോ? ഫയർഫോഴ്സ് വരണേ! ആക്രമണം. ക്രിമിനൽ ശക്തിയിലൂടെ ഒരു സ്ത്രീയുടെ ചാരിത്രത്തിലേക്കുള്ള പൈശാചികമായ കടന്നുകയറ്റം. IPC 354. ഇത്രയും വലിയ സംഭവമാണോ ഈ പീഡനം എന്നൊക്കെ പറഞ്ഞാല്? നിയമം കയ്യിലെടുക്കണ്ട. പ്രായത്തിന്റെ ഒരു തിളപ്പുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാൻ മാത്രമുള്ള ഒരു ആംബിയർ ഒന്നും അവൾക്കില്ല. വേണ്ടല്ലോ, നമ്മളെ സമത്വവാദി പെണ്ണുങ്ങളും കവയത്രി മാത്രം മതി പിരിയേറ്റി കൊടുക്കാൻ. ഇത്ര പെട്ടെന്നൊരു നീക്കത്തിന് എന്താണാവോ കാരണം? ചൊറിച്ചില് തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. അതിനിടയിലാണ് ആ ഗുണ്ടയും കളവനും കൂടെ ഓഫീസിൽ വന്ന് ബഹളുണ്ടാക്കുന്നത്. അവള് തോന്നിയ ദിവസം കാണിച്ചതിന് സാറെന്ത് പഴിച്ച്? പോരാത്തതിന് ആ ഗുണ്ടാച്ചക്കൻ എന്നെ കണ്ടതും ഭവ്യതയോടെ കത്തി താഴെയിട്ടു. സംശയിക്കാൻ അത് പോരെ? ഒരു കണക്കിന് അവര് വന്ന നന്നായി. എന്റെ ഒരു കൊട്ടേഷൻ ഒഴിവായി കിട്ടി. എന്തോ അല്ല, മഞ്ജുവിന്റെ സ്റ്റാൻഡാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഒരു പ്രശ്നം വരുമ്പോ കൂടെ നിൽക്കില്ല എന്ന് വെച്ചാ. ഇവിടെ ഒരുത്തിന് സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. ഈ കേസ് ഞാൻ പുഷ്പം പോലെ ഉരുത്തരാം. അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടൻ ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഇത്രയും നാൾ നമ്മളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് ഒന്നൊന്നായി ഞാൻ കോടതിയിൽ അക്കമിട്ട് പകരം വീട്ടും. കോടതിയിൽ ഞാൻ ആള് പുലിയാ. കേസ് അകമ്പുറം മറിയും, വാദി പ്രതിയാകും. പ്രജറി സത്യവിരുദ്ധമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. IPC 193. നിരോഷ അഴിയെണ്ണും. സമത്വവാദി തെണ്ടികൾ കടന്ന് ഓടിത്തള്ളും. പോയ വഴിക്ക് പുല്ല് പോലും മുളയ്ക്കൂല. ഗോയിന്നൻകുട്ടി ഒപ്പിട്. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. കോളനിക്കാരിടയിൽ ഞാൻ കോട്ടും തൂക്കിയിട്ട് തലങ്ങും വെലങ്ങും നടക്കുന്ന ഒരു മണ്ടം വക്കീല്. അവർക്കൊക്കെ അഡ്വക്കേറ്റ് ആനന്ദക്കുട്ടനാണോ എന്ന് കാണിച്ചു കൊടുക്കണം. യശോദ ഒന്ന് ഞെട്ടട്ടെ. സാറേ, എന്താടോ ആനക്കാര്യത്തിന്റെ ഇടയിലാണോ ചേനക്കാരി? സാറേ, 4 പെണ്ണുങ്ങൾ കാണാൻ വന്നിരിക്കുന്നത്. ഏതോ കേസിന്റെ കാര്യത്തിന്. എന്റെ ആദ്യ ശമ്പളത്തിന്റെ പങ്ക്. അമ്മേ, എനിക്കുണ്ടോ? അപ്പോന്. താങ്ക് യു. കൊള്ളാലോ. അസലായിട്ടുണ്ട്. മഞ്ജു, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോടി. ഞാനൊരു പഴഞ്ചൻ, എന്റെ കാഴ്ചപ്പാടുകളും പഴഞ്ചൻ. നീയാണ് എന്റെ കണ്ണു തുറപ്പിച്ചത്. ഒന്നോർത്താൽ ഞങ്ങൾ ആണുങ്ങളൊക്കെ വെറും സ്വാർത്ഥരാ. പെണ്ണൊരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാൽ അവൾ ഉണ്ണുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറം അവളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഞങ്ങൾ ആരും ശ്രമിക്കാറില്ല. 10-20 വർഷം ഓടി നടന്ന മണ്ണ് തറയിലും തലയിലും വെക്കാതെ വളർത്തിയ അച്ഛനമ്മമാര് എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു വീട്ടിലേക്ക്. മകളുടെ വിരഹം ആ അച്ഛനമ്മമാരെ എന്തുമാത്രം വിഷമിപ്പിച്ചു കാണും. വയസ്സുകാലത്ത് തുണയില്ലാതായ അവരെക്കുറിച്ച് ഓർത്ത് നീ എന്തുമാത്രം നൊമ്പരപ്പെട്ട് കാണും. അതിനും പുറമെയാണ് എൻ്റെ അപ്പനെയും അമ്മയും കൂടെ ഞാൻ നിന്റെ ചുമലിൽ വെച്ച് തന്നത്. അതൊക്കെ നാട്ടു നടപ്പല്ലേ? അയ്യേ, അതൊക്കെ തെറ്റായ നടപ്പല്ലേ. നമുക്കൊന്ന് മാറി നടക്കാം. എന്താ? നമ്മൾ ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോകുന്നു. മാസത്തിൽ 15 ദിവസം ഭാര്യ വീട്ടിൽ. അച്ഛനും അമ്മയും പരിചരിക്കാനും അവരെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും ഒക്കെ നിനക്കൊരവസരം. അവിടുന്ന് ആവുമ്പോ നിനക്ക് ഓഫീസിൽ പോകാനൊക്കെ എളുപ്പമാണല്ലോ. അത് കുട്ടിയേട്ടന് ദൂരം ആവില്ലേ? അതൊന്നും പ്രശ്നമില്ല. എന്റെ കാര്യമൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ കുറച്ച് ലീവും കിടപ്പുണ്ടല്ലോ. അപ്പൂന്റെ കാര്യം
അവനിവിടെ സേഫാ. വീക്കെൻഡിലെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് നിനക്കും വരാലോ. അപ്പൊ സമയം കളയണ്ട, വേഗായിക്കോ വേഗായിക്കോ. ശരി. എന്താ ഇത്? നിർത്തടാ.